543 ലോക്സഭാ സീറ്റിൽ 273 സീറ്റുകൾ ആര് നേടുവോ അവർക്ക് അധികാരത്തിലേക്ക് കടന്നു വരുവാനുള്ള അവസരമുണ്ടാകും എന്നുള്ളതാണ്. ഇപ്പോൾ പൊന്നും വിലയുള്ള ഒരു ആളാണ് ബീഹാറിലെ JDUവിൻ്റെ നിതീഷ് കുമാർ ഈ ഇന്ത്യ സഖ്യത്തിനെ കുറിച്ചുള്ള ആലോചന രാഹുൽ ഗാന്ധിയും അഖിലേഷ് യാദവും മമതാ ബാനർജിയും അരവിന്ദ് കെജ്രിവാളും ഒക്കെ ആരംഭിക്കുമ്പോൾ ആ സമയത്ത് ഇന്ത്യ സഖ്യം എന്നൊരു ആശയത്തിന് വേണ്ടി ശരത് പവാറിനൊപ്പം ചേർന്ന് സ്വയം ഒരു ആശയം രൂപീകരിച്ച് ഇവരെ എല്ലാവരെയും കൂട്ടിപ്പിടിക്കുന്നതിൽ വളരെ പ്രധാന പങ്ക് വഹിച്ചിരുന്ന ആളായിരുന്നു നിതീഷ് കുമാർ. പക്ഷേ ഇന്ത്യ സഖ്യം അങ്ങനെ മുന്നോട്ട് പോയി. പക്ഷേ നിതീഷ് കുമാർ ഇടക്ക് വെച്ച് ആ സഖ്യത്തിൽ നിന്ന് പുറകോട്ട് പോകുന്നു. മോദി ഭീഷണിപ്പെടുത്തി, അതുകൊണ്ട് അദ്ദേഹം മാറി നിന്നു എന്നൊക്കെയുള്ള ചില ഗോസിപ്പുകൾക്ക് ഒരു ഭാഗത്ത് നടക്കുന്നുണ്ടെങ്കിൽ പോലും നിതീഷ് കുമാർ ഈ സഖ്യത്തിൽ നിന്ന് പുറകോട്ട് പോയി മത്സരിച്ചു. ഇപ്പോൾ ബീഹാറിൽ 15 സീറ്റുകളുടെ ലീഡ് നിലനിർത്തിക്കൊണ്ട് ബീഹാറിലെ ഏറ്റവും വലിയ ഒരു കക്ഷിയായി നിതീഷ് കുമാർ മാറിയപ്പോൾ ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിൻ്റെ ഒരു സാധ്യത നിൽക്കുന്നതും ഇതേ പൊസിഷൻ വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ട് 253 സീറ്റുകൾ എന്ന രീതിയിലേക്ക് ഇന്ത്യ സഖ്യവും അതോടൊപ്പം തന്നെ 264 സീറ്റുകളിലേക്ക് BJPയും ഏകദേശം നമ്മളിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വൈകുന്നേരം ഒരു 5 മണിയുടെ ഒരു സമയത്തുള്ള ഒരു അപ്ഡേഷൻ നമ്മൾ പറയുമ്പോൾ ആ ഒരു രീതിയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം അവിടെ നിതീഷ് കുമാറിന് പൊന്നും വിലയാണ്. നിതീഷ് കുമാറിൻ്റെ 15 കിട്ടിക്കഴിഞ്ഞാൽ ഒരു സഖ്യകക്ഷിയെ കൂടി ചേർത്ത് പിടിച്ചുകൊണ്ട് അധികാരത്തിൻ്റെ ഇടനാഴിയിലേക്ക് ഇന്ത്യ സഖ്യത്തിന് കടന്നു വരാൻ സാധിക്കുമെന്നുള്ളത് കൊണ്ടാണ് പ്രധാനമന്ത്രി പദം നിതീഷ് കുമാറിൻ്റെ മുൻപിലേക്ക് ഇന്ത്യ സഖ്യം മുന്നോട്ട് വെക്കുകയാണ്. ഇന്ത്യ സഖ്യം വെച്ചിട്ടില്ലെങ്കിലും മമതാ ബാനർജി നിതീഷ് കുമാർ പ്രധാനമന്ത്രിയാവണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചു കഴിഞ്ഞു. ഉപപ്രധാനമന്ത്രിയാക്കാമെന്ന് BJPയും പറഞ്ഞു എന്ന വാർത്തകളൊക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അമിത്ഷാ JP നദ്ദയുമായി കൂടിക്കാഴ്ച നടത്തി കഴിഞ്ഞു. എന്താണ് BJPയുടെ രാഷ്ട്രീയത്തിൽ അവർ ഉരുത്തിരിഞ്ഞ് അല്ലെങ്കിൽ അവർ ഉയർത്തിക്കൊണ്ടുവരുന്ന രാഷ്ട്രീയം എന്തായിരിക്കും എന്നത് സംബന്ധിച്ച് വരും മണിക്കൂറുകൾ വളരെ നിർണായകമാണ്. ഇന്ത്യയുടെ രാഷ്ട്രീയം നമ്മൾ പരിശോധിക്കുമ്പോൾ ഇന്ത്യയുടെ രാഷ്ട്രീയത്തിൽ ഒരുപക്ഷെ കേവല ഭൂരിപക്ഷം ലഭിക്കാതെ വന്നു കഴിഞ്ഞാൽ അത് ആ രാഷ്ട്രീയത്തെ എങ്ങനെയായിരിക്കും ഇനി വരും ദിവസങ്ങൾ വരും മണിക്കൂറുകൾ നേരിടുക എന്നതും ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഇനി കേവല ഭൂരിപക്ഷം അല്ലെങ്കിൽ ഒരു തൂക്കു സഭയാണ് വരുന്നതെങ്കിൽ പോലും അതിൽ ഇന്ത്യ സഖ്യത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട നിലപാടുകൾ വളരെ പ്രധാനമായിരിക്കുമെന്ന കാര്യം നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഈ രീതിയിലേക്ക് ഇന്ത്യയുടെ രാഷ്ട്രീയം എല്ലാവരും ഉറ്റുനോക്കുന്ന തരത്തിലേക്ക്, ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ ഉറ്റുനോക്കുന്ന തരത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. അവിടെ നിതീഷ് കുമാർ അവർ പൊന്നും വിലയുള്ള ഒരാളായി മാറിക്കൊണ്ടിരിക്കുന്നു. മോദി എടുത്തു പറയേണ്ട ഒരു കാര്യം, മോദി തരംഗം എന്ന ഒന്ന് ഇല്ല എന്നാണ്. 400 സീറ്റുകൾ ഇത്തവണ എന്ന് പറഞ്ഞാണ് മോദി ഈ തെരഞ്ഞെടുപ്പിൻ്റെ ക്യാമ്പയിന് തുടക്കം കുറിച്ചത്. പക്ഷേ 400 പോയിട്ട് ദേശീയ മോദി ഗോഡി മീഡിയകൾ പറഞ്ഞതുപോലെയുള്ള 350 സീറ്റുകൾ പോലും സർവേയും അതുപോലെ തന്നെ എക്സിറ്റ് പോളുകളും ഒക്കെ പറഞ്ഞു. പക്ഷേ എക്സാക്റ്റ് പോളുകളിൽ ഇതൊന്നും വന്നിട്ടില്ല എന്നത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഈ രീതിയിലേക്ക് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുമ്പോൾ വരും മണിക്കൂറുകൾ ഏറെ നിർണായകമാവുകയാണ്. അവിടെ ഇന്ത്യ സഖ്യം ഇപ്പോൾ രാഷ്ട്രപതിയെ കാണുവാനുള്ള അനുവാദം ചോദിച്ചു എന്ന വാർത്തകൾ കൂടി പുറത്തു വരികയാണ്. അങ്ങനെ വന്നാൽ ഒരു പക്ഷേ നിതീഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പ്രധാനമന്ത്രിയാകുമോ അതല്ല ഈ ഉപപ്രധാനമന്ത്രി പദം BJP വെച്ച് നീട്ടുമ്പോൾ അതിലേക്ക് നിതീഷ് കുമാർ നിന്നു കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നിതീഷ് കുമാർ പ്രധാനമന്ത്രി പദത്തിലേക്ക് തന്നെ കണ്ണു നടും. കാരണം നിതീഷ് കുമാറിൻ്റെ ഒരു രാഷ്ട്രീയം നമുക്കെല്ലാവർക്കും അറിയാം. നിതീഷ് കുമാർ പലപ്പോഴായി അധികാരത്തിന് വേണ്ടി കാലുമാറിയിട്ടുള്ള ആളാണ്, അധികാരത്തിന് വേണ്ടി പാലം വലിച്ചിട്ടുള്ള ആളാണ്. ആ ഒരു രാഷ്ട്രീയ ഹിസ്റ്ററി നിലനിൽക്കുന്ന നിതീഷ് കുമാർ തന്നെ ഇത്തവണ പ്രധാനമന്ത്രി പദത്തിൽ വെച്ച് നീട്ടുമ്പോൾ അവിടേക്ക് വരുമോ എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ പോലും ഇനി നിതീഷ് കുമാർ ഇന്ത്യ സഖ്യത്തിലേക്ക് വന്നു കഴിഞ്ഞാലും നിതീഷ് കുമാറിനെ കൂട്ടി ഇന്ത്യ സഖ്യം പ്രധാനമന്ത്രിയും മന്ത്രിസഭയും രൂപീകരിക്കുക ചെയ്ത് കഴിഞ്ഞാൽ പോലും ഇന്ത്യ സഖ്യത്തിനുള്ള ഒരു പ്രതിസന്ധി അവിടെ നീങ്ങുന്നില്ല. കാരണം ഇന്ത്യ സഖ്യത്തിൽ തന്നെ ഏതെങ്കിലും കക്ഷികളെ അടർത്തിയെടുത്തുകൊണ്ട് തങ്ങൾക്ക് അനുകൂലമാക്കിയ ഒരു രാഷ്ട്രീയ നീക്കുപോക്ക് BJP ഇവിടെ നടത്തി കഴിഞ്ഞാൽ ആ ഇന്ത്യ സഖ്യം പരാജയപ്പെടുകയും ഒപ്പം തന്നെ ആ മന്ത്രിസഭ താഴെ പോവുകയും ചെയ്യുന്നൊരവസ്ഥയുണ്ടാകും. അങ്ങനെ വരുമ്പോൾ ആ ഒരു ഭീഷണിയെയും നിതീഷ് കുമാർ എങ്ങനെ നേരിടും? ഒരുപക്ഷെ നിതീഷ് കുമാറിനെ നേരത്തെ പറഞ്ഞതുപോലെ BJP പേടിപ്പിച്ച് നിർത്തിയത് കൊണ്ടാണ് നിതീഷ് കുമാർ ഇന്ത്യ സഖ്യത്തിൽ നിന്ന് പിന്മാറിയത് എന്ന ഒരു ആരോപണം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ഇന്ത്യ സഖ്യത്തെ പിളർത്തിക്കൊണ്ട് വീണ്ടും ഒരു മന്ത്രിസഭ രൂപീകരിക്കുന്ന ഇടത്തേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ ഇനി അതൊന്നുമല്ല ഒരു ഇടക്കാല തെരഞ്ഞെടുപ്പിലേക്ക് ആർക്കും ഭൂരിപക്ഷം ലഭിക്കാത്ത രീതിയിൽ
ഇനിയും ഇന്ത്യ ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലേക്ക് പോകും എന്നതൊക്കെ വരും മണിക്കൂറുകളിൽ നമ്മളൊക്കെ ആകാംക്ഷയോടുകൂടി പ്രതീക്ഷയോട് കാത്തിരിക്കുന്ന ഒരു വലിയൊരു വാർത്തയാണ്. ഈ ഒരു വാർത്ത നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്, അപ്ഡേഷനുകൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഏതായിരുന്നാലും ഇപ്പോൾ പന്ത് നിതീഷ് കുമാറിൻ്റെ കോർട്ടിലാണ്. അദ്ദേഹം ഒരു പൊന്മുട്ടയിടുന്ന താറാവായി ഇന്ത്യ സഖ്യത്തിനും BJPക്കും അദ്ദേഹത്തെ ഉൾക്കൊള്ളേണ്ട ഒരവസ്ഥ വരുന്ന ഒരു ഘട്ടം. അതൊരു രാഷ്ട്രീയ നേതാവിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലഭിക്കുന്ന ഏറ്റവും മനോഹരമായ ഒരു മുഹൂർത്തം തന്നെയാണ്. അത് നിതീഷ് കുമാറിനെ എങ്ങനെ ഉപയോഗപ്പെടുത്തും എന്നതിനനുസരിച്ചിരിക്കും രാഷ്ട്രീയ ഇന്ത്യയുടെ ഭാവി.